ഹൊറർ ഫിലിം കേട്ടിട്ട് കുറച്ച് ദിവസം ആയില്ലേ നമുക്ക്. അപ്പൊ ഇന്ന് 2021 റിലീസായ ദ ഹമ്മിങ് എന്ന കഥയൊന്ന് കേട്ടാലോ. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് തന്നെ ഒരു മരണം കാണിച്ചുകൊണ്ടാണ്. ഒരു പെൺകുട്ടി സ്വയം മരണത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവൾ പഠിച്ചിരുന്ന സ്കൂളിലെ 3ാമത്തെ നിലയിലെ പാഴടഞ്ഞു കിടക്കുന്ന ഒരു ഭാഗത്താണ്. ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരു ചെയിനിൽ പെൻഡന്റ് പോലെ കൊരുത്ത നിലയിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു. അത് പൊട്ടി താഴേക്ക് വീഴുന്നത് നമുക്ക് കാണാം. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ യുൻഹിയാണ്. യുൻഹി പണ്ടവർ താമസിച്ചിരുന്ന അവരുടെ നാട്ടിലെ സ്കൂളിലേക്ക് ഇപ്പൊ വൈസ് പ്രിൻസിപ്പളായി ചുമതലയേറ്റ് വരികയാണ്. അങ്ങനെ കാറിൽ അങ്ങോട്ടേക്ക് ജോലിയിൽ ജോയിൻ ചെയ്യാനായുള്ള യാത്രക്കിടയിൽ യുൻഹി തന്റെ സഹോദരനെ ഈ കാര്യം വിളിച്ച് ഇൻഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനെ പറ്റിയോ അവിടെ പോയി ജോലി ചെയ്ത് അവിടെ ജീവിക്കുന്നതിനെ പറ്റിയോ സഹോദരൻ ഇതറിഞ്ഞ് തീരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതൊന്നും ശരിയാവില്ല, നീ എന്തിനാ പോകുന്നത് എന്നൊക്കെ സഹോദരൻ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും യുൻഹി അങ്ങോട്ടേക്ക് പോകാൻ തന്നെ താല്പര്യപ്പെടുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് യങ്ങും അവളുടെ കൂട്ടുകാരികളും സ്കൂളിലേക്ക് വരുന്ന സമയം അവരുടെ ടീച്ചർ പാർക്കിനെ കാണുന്നു. പാർക്ക് സ്കൂളിലേക്ക് സൈക്കിൾ ഓടിച്ചിങ്ങനെ പോകുന്നത് കാണുമ്പോഴേ യങ്ങിന്റെ ഫ്രണ്ട്സ് ഒക്കെ എത്ര സുന്ദരനാ സാറെന്നല്ല സാറിനെ കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ യങ് വലിയ താല്പര്യമില്ലാതെ അത് നോക്കുന്നുണ്ടെങ്കിലും അവളുടെ നോട്ടം പതിയുന്നത് സാർ അവിടെ മറ്റൊരു പെൺകുട്ടിയോട് നീ ക്ലാസ് ലീഡർ ആയിട്ടും ഇങ്ങനെ ലേറ്റ് ആയിട്ടാണോ വരുന്നത് എന്ന് ചോദിക്കുന്നതിലായിരുന്നു. ഇതേ സമയം സ്കൂളിലേക്ക് എത്തിയിട്ടുള്ള യുൻഹി അവരുടെ റെക്കമെൻഡേഷൻ ലെറ്റർ അവിടുത്തെ പ്രിൻസിപ്പലിന് കൊടുക്കുന്നു. അങ്ങനെ പുതുതായി ചാർജ് എടുക്കാനായി എത്തിയ ഈ പുതിയ വൈസ് പ്രിൻസിപ്പൽ യുൻഹിയെ പ്രിൻസിപ്പലും ടീച്ചേഴ്സും വെൽക്കം ചെയ്യാണ്. യുൻഹി ആകട്ടെ ഒരു വൈസ് പ്രിൻസിപ്പൽ എന്ന പൊസിഷനിൽ മാത്രം തന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒതുങ്ങി നിൽക്കാതെ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും കൈകാര്യം ചെയ്യാനായി താല്പര്യപ്പെടുന്നു. പക്ഷെ ഇതുവരെ സ്കൂളിൽ അത്തരം ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലെന്നും അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്നും സ്കൂളിലെ കുട്ടികൾ ഓക്കെ ആണെന്നും പ്രിൻസിപ്പൽ പറയുമ്പോൾ പാർക്ക് സാറാണ് അത്തരം ഒരു ടീച്ചർ ഉള്ളത് നല്ലത് തന്നെ, ആ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ അത് നല്ലൊരു കാര്യമാണെന്ന് പറയുമ്പോൾ ശരി നിങ്ങളൊക്കെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വൈസ് പ്രിൻസിപ്പളും ഓക്കെ പറയുന്നു. അതിനുശേഷം വൈസ് പ്രിൻസിപ്പൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് പ്രിൻസിപ്പൾക്ക് എവിടെയോ ഈ വൈസ് പ്രിൻസിപ്പളിനെ കണ്ട നല്ല മുഖപരിചയം ഫീൽ ആവുന്നത്. ഇതേ സമയം ക്ലാസ്സിനുള്ള സമയമായിട്ട് ക്ലാസ്സിൽ കയറാതെ പുറത്തു നിന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് ഒരു മോതിരത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു യങ്. ആ സമയത്ത് അതുവഴി പോകുന്ന സാർ പാർക്ക് അവളോട് ക്ലാസ്സിൽ കയറാറായില്ല എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ ശ്രദ്ധയൊന്ന് പാളുകയും ആ മോതിരം ഉരുണ്ട് അങ്ങ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അത് നേരെ പോകുന്നതാകട്ടെ 3ാമത്തെ ഫ്ലോറിൽ പാഴടഞ്ഞു കിടക്കുന്ന ഒരു ബാത്റൂം ഉണ്ട്. അത് എടുക്കാനായി അവളും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവിടെ നിൽക്കുമ്പോ അവൾക്ക് ആരോ ആത്മഹത്യ ചെയ്ത് കണക്ക് ഒരു ഇല്യൂഷൻ വരുന്നുണ്ട്. എന്തായാലും പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോഴേക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടതിനെ തുടർന്ന് യുൻഹി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. യുൻഹി ആ ഡോറിന്റെ അവിടെ എത്തുമ്പോഴേക്കും അതിന്റെ പിടി തന്നിളകി താഴെ വീണ് ആ ഒരു ഹോളിൽ കൂടെ ആരോ നോക്കുന്നത് പോലെ ഒരു കണ്ണ് യുൻഹിക്ക് കാണാം. യുൻഹി ആകെ പേടിക്കുമ്പോഴേക്കും ആ ഒരു ഡോറ് തുറന്ന് യങ് പുറത്തേക്ക് വരുന്നു. യങ് യുൻഹിയോട് പോകുമ്പോ ആ ഡോർ അടച്ചേക്കണേന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അന്ന് ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെല്ലാം സ്കൂളിൽ നിന്ന് പോകുന്ന ആ ഒരു സമയത്ത് ഒരു പെൺകുട്ടി മാത്രം നല്ല മഴ നനഞ്ഞ് ഗ്രൗണ്ടിൽ നിൽക്കുന്നത് യുൻഹി കാണുന്നു. മിക്ക കുട്ടികളും അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഈ പെണ്ണ് മാത്രം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്നുള്ള ഡൗട്ടിൽ യുൻഹി കുടയുമായി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. വന്ന് കുടയിൽ കയറുന്നു പറയുമ്പോൾ ആ പെൺകുട്ടി ഒന്നും മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് പോകുന്നു. അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പിന്തുടർന്ന് യുൻഹി പോകുമ്പോൾ അവൾ നടക്കുന്ന സമയത്ത് കാലിൽ ഒരേ ഒരു ചെരുപ്പേ ഉള്ളൂ എന്നത് യുൻഹി കാണുന്നുണ്ട്. അങ്ങനെ അവൾ ചെല്ലുന്നതാകട്ടെ ലൈബ്രറിയിലേക്കാണ്. അങ്ങോട്ട് പിന്തുടർന്ന് യുൻഹി എത്തുമ്പോൾ ആ പെണ്ണിനെ കാണുന്നില്ല, മറിച്ച് യങ് ലൈബ്രറിയിൽ ഇരിക്കുന്നുണ്ട്. യങ്ങിന്റെ കാലിലേക്ക് നോക്കുമ്പോ 2 ചെരുപ്പുണ്ട്. അപ്പോ ഇവളല്ല വേറെ ആരോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നില്ല. ഇങ്ങോട്ട് വേറെ ഏതെങ്കിലും പെൺകുട്ടി വന്നിരുന്നോ എന്ന് യുൻഹി യങ്ങിനോട് ചോദിക്കുമ്പോ ഇല്ല ഇവിടെ ആരും വന്നിട്ടില്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് യങ് മറുപടി പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മിയ എന്നൊരു പെൺകുട്ടിയാണ്. മിയാണ് ആ ഒരു സ്കൂളിലെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടി. അവളിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ബുക്കും പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എപ്പോഴും സെക്കൻഡ് റാങ്ക് കിട്ടുന്ന മിയോടെ വളരെയധികം കുശുമുള്ള ടാനിയ മിയുടെ ഫോട്ടോ എടുക്കുന്നത് നമുക്ക് കാണാം. എന്തിനാണ് എന്നിപ്പോ അറിയില്ല. എന്തായാലും ഇതേ സമയത്ത് യങ്ങിന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അവളുമാർ ഇങ്ങനെ ചുമ്മാ ക്രീപ്പി വീഡിയോസ്, ഹോണ്ടഡ് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ് ഓരോ വീഡിയോസ് എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. ഇപ്പൊ തന്നെ ലൈബ്രറിയിൽ പോയി അത്തരത്തിൽ എന്തെങ്കിലും ഉടായ്പ കാണിച്ച് വീഡിയോ പിടിക്കാന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഇവരായിട്ട് ഉടായ്പ കാണിക്കാതെ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എന്തോ ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലൊക്കെ. ആകെപ്പാടെ അവരെ പേടിച്ച് വിറയ്ക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് മറിഞ്ഞിരുന്ന് യങ് ഇവരുടെ പരിപാടികൾ അറിയാവുന്നത് കൊണ്ട് ഇവർക്കിട്ട് ഒരു പണി കൊടുത്ത് ഒരു പ്രാങ്ക് നടത്തിയതാണെന്ന്. സത്യം പറഞ്ഞ അപ്പോഴാണ് അവളുമാരുടെ ശ്വാസം നേരെ വീഴുന്നത്. എപ്പോഴും എന്തെങ്കിലും ഉടായ്പ കാണിച്ച്
മറ്റുള്ളവരെ പറ്റിച്ചാ പോരല്ലോ, ഇടയ്ക്കൊക്കെ പേടിക്കണ്ടേന്ന് യങ്ങും കളിയാക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് യങ് ക്ലാസ്സിലിരുന്ന് സാറ് പഠിപ്പിക്കുന്ന സമയത്ത് പോലും സാറിനെ ഒട്ടും മൈൻഡ് ആക്കാതെ വളരെ അലക്ഷ്യമായി ക്ലാസ് ഇരിക്കുമ്പോൾ ദേഷ്യം വരുന്ന സാറ് വാർണിംഗ് കൊടുത്തിട്ട് ശ്രദ്ധിക്കാതിരിക്കുന്ന അവളുടെ അടുത്തേക്ക് എത്തി അവളുടെ പൗച്ചൊക്കെ താഴേക്ക് തള്ളിയിടുന്നു. അതിനുശേഷം അത് സാറ് തന്നെ എടുത്തു വെച്ച് കൊടുത്തിട്ട് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് വളരെ കൂളായി പറയുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് വൈസ് പ്രിൻസിപ്പൽ യുൻഹി പോകുമ്പോ യങ്ങിന്റെ ഒരു ഫ്രണ്ടും കൂടെ പോകുന്നുണ്ട്. ഒരേ വഴിക്കാണ് അവർ താമസിക്കുന്നിടത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ നടക്കുന്ന സമയത്താണ് യങ്ങിന്റെ മറ്റൊരു ഫ്രണ്ടിന്റെ മുത്തശ്ശി നടത്തുന്ന കട ഇവർ കാണുന്നത്. എങ്കിൽ അവിടേക്ക് ചെന്ന് എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് കുടിച്ച് സംസാരിച്ചിരിക്കാന്നും പറഞ്ഞ് യുൻഹിയും ആ സ്റ്റുഡന്റും ഇവരുടെ തന്നെ ഒരു സ്റ്റുഡന്റിന്റെ കടയിലേക്ക് ചെല്ലുന്നു. അങ്ങനെ അവർ മൂന്നുപേരും അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവിടെ മിനിസോ എന്ന യങ്ങിന്റെ ഈ ഒരു കട നടത്തുന്ന ഫ്രണ്ടിന്റെ മുത്തശ്ശി യുൻഹിയെ കണ്ടിട്ട് നല്ല മുഖപരിചയം പോലെ ദൂരെ ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അവള് തന്നെയല്ലേ ഇവള് എന്ന ഒരു നോട്ടായിരുന്നു അത്. ഈ സമയത്താണ് പ്രിൻസിപ്പൽ തനിക്ക് യുൻഹിയെ കണ്ടപ്പോ മുന്നേ കണ്ട് പരിചയം തോന്നിയത് മറ്റൊന്നും കൊണ്ടല്ല, യുൻഹി പണ്ട് ഈ സ്കൂളിൽ പഠിച്ച ഒരു പെൺകുട്ടിയാണ് എന്ന കാര്യം തന്റെ ഒരു സ്റ്റാഫ് വഴി അറിയുന്നത്. ഓ വെറുതെ അല്ല അവളെ കണ്ടപ്പോ തനിക്ക് പരിചയം തോന്നിയതെന്ന് പ്രിൻസിപ്പൽ ഓർക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം യുൻഹിയോട് യങ് തന്നെ ഒന്ന് കൗൺസിൽ ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. കാരണം യുൻഹി ഈ സ്കൂളിൽ ഒരുപാട് കുട്ടികളെ കൗൺസിലിംഗ് നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ യങ്ങിനെ കൗൺസിൽ ചെയ്യുമ്പോൾ അവൾ പാർക്ക് സാറ് തന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന രഹസ്യം യുൻഹിയോട് വെളിപ്പെടുത്തുകയാണ്. അത് കേൾക്കുന്ന യുൻഹി വേഗം തന്നെ സ്കൂളിലെ മറ്റ് അധികാരികളുമായി അത് ഡിസ്കസ് ചെയ്യുന്നു. പ്രിൻസിപ്പളും മറ്റു ടീച്ചേഴ്സുമായി ഈ കാര്യം സംസാരിക്കുമ്പോൾ അവരൊക്കെ യുൻഹിയെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ആ യങ്ങില്ലേ ആളൊരു പ്രശ്നക്കാരിയാ, ഒട്ടും പഠിക്കത്തോ ഇല്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കത്തോ ഇല്ല, ചുമ്മാ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് അവളാണെങ്കിൽ കഴിഞ്ഞ കുറെ നാളായിട്ട് പാർക്ക് സാറിനെ ട്യൂൺ ചെയ്യുന്നുണ്ട്. പുള്ളി ഇന്നലെ അവള് ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ അവളെ വഴക്കും പറഞ്ഞു. അപ്പൊ എല്ലാ പകയും കൂടി അവൾ അങ്ങ് ചുമ്മാ ഒരു ആരോപണം ഉണ്ടാക്കി തീർക്കുന്നതാണ്. അവള് പറയുന്നത് കേട്ട് ചുമ്മാ മിസ് എന്തെങ്കിലും ആക്ഷൻ എടുക്കാതെ 2 വർഷവും നന്നായി അന്വേഷിക്കണമെന്നൊക്കെ അവര് പറയുമ്പോ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയ യങ്ങിനോട് നല്ല കലിപ്പില് യുൻഹി എത്തി ഷൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളും എല്ലാരെയും പോലെ എന്നെ തെറ്റിദ്ധരിക്കുകയാണോ, പറയുന്ന കാര്യത്തിൽ വിശ്വാസമില്ലേ, പിന്നെ എനിക്കൊന്നും പറയാനില്ലാന്ന് അവളും തിരിച്ച് ദേഷ്യപ്പെടുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് യുൻഹി താമസ സ്ഥലത്ത് ഇരുന്ന് ജോലി ചെയ്യുന്നതാണ്. ലാപ്ടോപ്പിൽ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ജനാലയുടെ ചില്ല് പൊട്ടുന്നു. നോക്കുമ്പോ ഒരു ലോക്ക്, നമ്മുടെ ഈ കഥകിന്റെ ഒക്കെ പിടിയില്ലേ, ആ ഒരു ലോക്ക് എടുത്ത് എറിഞ്ഞ് വിൻഡോ പൊട്ടിച്ചതാണ്. ആരാണത് ചെയ്തതെന്ന് താഴേക്കെത്തി നോക്കുമ്പോ എങ്ങനെ അവിടെ കാണുന്നു. ഈ ഒരു ലോക്ക് കാണുമ്പോ രക്തക്കറ പുരണ്ട കൈകളോടുകൂടി ഒരു പെൺകുട്ടി ആ ഒരു ലോക്ക് പിടിക്കാനായി ശ്രമിക്കുന്ന പോലെ ഒരു വിഷ്വല് ഓർമ്മ വന്ന യുൻഹി പ്രത്യേകം ഇതെവിടെ നിന്നാണ് നിനക്ക് കിട്ടിയതെന്ന് എങ്ങിനോട് ചോദിക്കുന്നു. ആദ്യം എങ്ങും മറുപടി ഒന്നും പറയാത്തപ്പോ ദേഷ്യം വരുന്ന യുൻഹി പോലീസിനെ ഞാൻ വിളിക്കും, മര്യാദയ്ക്ക് പറഞ്ഞോളാനായി അവളെ പേടിപ്പിക്കുമ്പോ സ്കൂളിൽ നിന്ന് കിട്ടിയതാണെന്ന് അവൾ പറയുന്നു. ആകെപ്പാടെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥത വരുന്ന യുൻഹി നേരെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അവിടെ പരിശോധിക്കുമ്പോൾ ആരോ മൂളുന്ന പോലെ ഒരു സൗണ്ട് വിചിത്രമായി യുൻഹിക്ക് കേൾക്കുന്നു. കൂടാതെ അവിടെ ഒരു നഴ്സറി റൂം പോലെയുള്ള ചെടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന റൂമിലേക്ക് എത്തുന്ന യുൻഹിക്ക് 2 പോട്ട് കിട്ടാണ്. അതിലൊന്നിൽ യുൻഹിയുടെ പേരും മറ്റതിൽ വേറൊരു പെൺകുട്ടിയുടെ പേരും എഴുതിയിരിക്കുന്നത് കണ്ട് യുൻഹി അത് നോക്കി നിൽക്കുമ്പോൾ അവിടെ മറ്റൊരാളും കൂടി ഉള്ളത് പോലെ യുൻഹി തോന്നുന്നുണ്ട്. ഈ സമയത്ത് ആരായിരിക്കും അവിടെ നിന്ന് വല്ലാത്തൊരു പേടി വരുന്ന അവർ വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അടുത്ത ദിവസം സ്കൂളിൽ നിന്ന് ജോലി കഴിഞ്ഞ് പോകുന്ന യുൻഹി യങ്ങിന്റെ ആ ഫ്രണ്ടിന്റെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ മുത്തശ്ശി അവരെ വല്ലാതെ നോക്കുന്നുണ്ട്. അവരതൊന്നും ശ്രദ്ധിക്കാതെ പർച്ചേസിംഗ് കഴിഞ്ഞ് ഒരു ഐസ്ക്രീമും കഴിച്ച് റോഡിലൂടെ നടക്കുമ്പോൾ ഇവരുടെ സ്കൂളിലെ യൂണിഫോം കടക്കോട് യൂണിഫോം ഇട്ട് ഒരു വിദ്യാർത്ഥിനി റോഡിൽ നിൽക്കുന്നത് കാണുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നില്ല. എവിടെയെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ നിൽക്കുന്നു. ആരാ പെണ്ണെന്ന് ഡൗട്ടോടെ നോക്കുന്ന യുൻഹി പിന്നെ കാണുന്നത് ചീറിപ്പാഞ്ഞു വന്ന കാർ ഇടിച്ച് ആ പെൺകുട്ടിയെ തെറിപ്പിക്കുന്നതാണ്. തറയിൽ വീണ പെൺകുട്ടിയുടെ തല തനിയെ ഉരുണ്ട് തിരിഞ്ഞ് യുൻഹിയുടെ ദിശയിലേക്ക് നോക്കുന്നതും അവളുടെ മുഖത്തിന്റെ ഒരു ഭാഗം പുഴു അരിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ട് ആകെ പേടിച്ച് യുൻഹിയുടെ ബോധം പോകുന്നുണ്ട്. യുൻഹിക്ക് പിന്നീടും പലപ്പോഴും ഒരു പെൺകുട്ടിയുടെ ഇല്യൂഷൻ ഇതുപോലെ വരുന്നുണ്ട്. അതൊക്കെ കണ്ട് ആകെ പേടിച്ച മനസ്സ് അസ്വസ്ഥമാകുന്ന യുൻഹി നേരെ ഒരു കൗൺസിലിങ്ങിന് പോകുന്നു. പക്ഷെ കൗൺസിലിംഗ് കൊണ്ടൊന്നും അവരുടെ മനസ്സിൽ എന്തോ വല്ലാത്ത പേടിയും ടെൻഷനും മാറുന്ന ലക്ഷണമില്ല. ആ സമയത്താണ് യുൻഹി എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനായുള്ള ക്യൂരിയോസിറ്റിയുടെ പുറത്ത് യങ് യുൻഹിയെ പിന്തുടരുന്നത് ഒരു ശീലാക്കുന്നത്. അങ്ങനെ സ്കൂളിൽ ആരും ഇല്ലാത്ത ഒരു ഭാഗത്തേക്ക് സ്കൂളിൽ എല്ലാരും പോയി കഴിഞ്ഞും അവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്ന യുൻഹി പോകുന്നതും യങ് മാറിയിരുന്ന് കാണുന്നു. അവൾ യുൻഹിയെ പിന്തുടർന്ന് പോകും. അവിടെ നിന്ന് പോയ യുൻഹി തിരിച്ചെത്തി എന്തിനെന്നെ പിന്തുടരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെന്താ ഈ സമയത്ത് ഇവിടെ ചെയ്യുന്നതെന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നു. കൂടാതെ താൻ ഒരു പോട്ടില് യുൻഹിയുടെ പേരും മറ്റൊരു പോട്ടില് ജയ് എന്ന ഒരു പെൺകുട്ടിയുടെ പേരും അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെന്നും ആരാണ് ഈ ജയ് എന്നും യങ് ചോദിക്കുമ്പോൾ ജയ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, അവളും ഞാനും ഈ സ്കൂളിൽ പഠിച്ചതാണ്, അവൾ ഈ സ്കൂളിൽ വെച്ച് മരണപ്പെട്ടതാണ് എന്നിങ്ങനെ യുൻഹി പറയുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് യങ്ങിനോട് കൂടുതൽ സംസാരിക്കുന്ന യുൻഹിക്ക് യങ് പറഞ്ഞ പാർക്കിനെ പറ്റിയുള്ള ആരോപണം കള്ളമല്ല, അതിലൊരു കഴമ്പുണ്ട് എന്ന് തോന്നുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു അധ്യാപകനായ പാർക്ക് അവിടുത്തെ പല പെൺകുട്ടികളെ മോശമായ രീതിയിൽ കാണുകയും ഉപദ്രവിക്കുകയും അവരുടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് വീണ്ടും വീണ്ടും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്യാറുണ്ട്. അതിപ്പോ കൈയോടുകൂടി പിടികൂടുന്ന യുൻഹി ആദ്യം ഈ പാർക്കിനെ കൊന്നാലോ എന്ന് കരുതുന്നു. എന്നാലും കൊല്ലണ്ട, അവനെ നിയമപരമായി തന്നെ തെറ്റുകൾക്ക് ശിക്ഷിക്കണം എന്ന തിരിച്ചറിവിൽ യുൻഹി പാർക്ക് ഇപ്പൊ ഉപദ്രവിക്കാൻ നോക്കിയ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ ആ പെൺകുട്ടിയുടെ ഫോട്ടോസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പാർക്കിന്റെ ടാബും കൈക്കലാക്കുന്നു. തുടർന്ന് അടുത്ത ദിവസം
ദിവസം അതിനെപ്പറ്റി പ്രിൻസിപ്പലിനോട് പറയാൻ വരുമ്പോ പ്രിൻസിപ്പളും പാർക്കും കൂട്ടാളികളാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊരു തോന്നൽ വരുന്ന യുൻഹി ആ ഒരു ടാബ്ലറ്റ് ഒന്നും പ്രിൻസിപ്പലിനെ കാണിക്കുന്നില്ല. അവർ ആ ടാബുമായി അവിടെ നിന്ന് പോകുമ്പോ പ്രിൻസിപ്പൽ വേഗം തന്നെ പാർക്കിനെ ഫോൺ ചെയ്ത് ഇതുപോലെ വൈസ് പ്രിൻസിപ്പൽ യുൻഹി തന്നെ കാണാനായി വന്നിരുന്നുവെന്നും പാർക്കിനെ പറ്റി പറഞ്ഞിരുന്നുവെന്നും പാർക്കിന്റെ ടാബ് അവരുടെ കയ്യിലാണ് ഉള്ളതെന്നും അറിയിക്കുന്നു. പാർക്കിനോട് കൂടി ചേർന്ന് യുൻഹിക്കെതിരെ പണികൊടുക്കാൻ നോക്കുന്ന ഈ പ്രിൻസിപ്പലിനെ ജയുടെ ആത്മാവ് ആക്രമിക്കുന്നത് നമുക്ക് കാണാം. അതോടുകൂടി പ്രിൻസിപ്പലിന്റെ കഥ കഴിയുന്നു. പിന്നെ അടുത്ത ഊഴം പാർക്കിന്റേതായിരുന്നു. പാർക്കിനിട്ട് ഒരു പണി കൊടുക്കാനായി യങ് അയാളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാതെ അയാൾ എല്ലാ പെൺകുട്ടികളുടെയും ജീവിതം നശിപ്പിക്കുകയാണെന്നുള്ള തിരിച്ചറിവില് ഒരു തീരുമാനം എടുക്കുമ്പോൾ യങ് അബദ്ധം ഒന്നും ചെയ്യാതിരിക്കാനായി അതിൽ ഇടപെടുന്ന യുൻഹി യങ്ങിനെ രക്ഷിക്കാനായി പാർക്കിനെ ആക്രമിക്കുന്നു. തുടർന്ന് അയാളെ കൊല്ലേണ്ട അവസ്ഥ യുൻഹിക്ക് വരാണ്. കൂടാതെ അയാളുടെ മരണശേഷമാണെങ്കിൽ പോലും അയാളുടെ ടാബ് ഇനി പുറത്തറിഞ്ഞ് വെറുതെ അയാൾ മൂലം ചൂഷണം ചെയ്യപ്പെട്ട പെൺകുട്ടികൾ വീണ്ടും കഷ്ടപ്പെടണമെന്ന് കരുതി ആ ടാബ് അടക്കം യുൻഹി നശിപ്പിച്ചു കളയുന്നു. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് പാർക്കിന്റെയും പ്രിൻസിപ്പലിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയാണ്. തുടർന്ന് പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ പാർക്കിനെ കൊന്നത് യുൻഹി ആണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ എന്തിനു കൊന്നു എന്ന ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അത് യുൻഹി വിട്ടു പറയുന്നില്ല. കാരണം പല വിദ്യാർത്ഥിനികളെയും പാർക്ക് ചൂഷണം ചെയ്ത എല്ലാ കാര്യങ്ങളും ലീക്കായി അവർക്ക് ഭാവിയിൽ പ്രശ്നമാവണ്ട എന്ന് കരുതി. ഇതേസമയം പ്രിൻസിപ്പലിനെ കൊന്നത് താനല്ല എന്ന് പറയുന്ന യുൻഹി അത് ചെയ്തത് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജെയ് ആണെന്ന് പറയുന്നു. ഈ ജെയ്യെ പറ്റി തിരക്കുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ മരിച്ച ഒരാളാണ് ജെയ് എന്നറിയുന്ന പോലീസുകാര് ഇവര് പറയുന്നത് ഒന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും അതാണ് സത്യമെന്ന് ആവർത്തിക്കുന്ന യുൻഹി താനും ജെയ്യും ഒന്നിച്ചു പഠിച്ച ആ നാളുകൾ ആലോചിക്കുകയാണ്. വളരെ ഹാപ്പിയായി രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരികളായി അവർ ജീവിച്ചിരുന്ന ആ ഒരു കാലം. പക്ഷെ ആ സമയത്ത് അവിടെ സൈനിക ഭരണം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. സൈനികർ അവരുടെ ആവശ്യങ്ങൾക്ക് സ്കൂൾ വിദ്യാർത്ഥിനികൾ അടക്കമുള്ള പെൺകുട്ടികളെ ക്രൂരമായി ഉപദ്രവിച്ച് ഉപേക്ഷിച്ചിരുന്ന ആ ഒരു കാലം. അങ്ങനെ സ്കൂളിൽ അന്നത്തെ പഠനം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാതെ ഗാർഡനിലോ ഒന്നിച്ചിരുന്ന് പാട്ടൊക്കെ പാടി കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു യുൻഹിയും ജെയും. ആ ഒരു സമയത്താണ് അവിടേക്ക് സൈനികർ എത്തുന്നത്. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി ഇവർ ഒളിച്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജെയ് സൈനികരുടെ കയ്യിൽ പെടുന്നു. ജെയെ ക്രൂരമായി പീഡനത്തിന് ഇരയാക്കുന്ന ആ ഒരു സമയത്ത് മറിഞ്ഞിരുന്ന് ഇതെല്ലാം കണ്ട് നിസ്സഹായിയായി കരയുകയായിരുന്നു യുൻഹി. ഈ കാര്യങ്ങൾ ആവർത്തിക്കുന്ന യുൻഹി ഇപ്പോ അന്ന് മരണപ്പെട്ട് തന്റെ സുഹൃത്താണ് ഈ പ്രതികാരം ചെയ്യുന്ന ആത്മാവായി ഇപ്പോൾ ആ സ്കൂളിലുള്ളതെന്നെല്ലാം ആവർത്തിക്കുന്നുണ്ട്. അന്ന് ജെയെ പീഡിപ്പിച്ചിട്ട ആ ഒരു ബാത്റൂമാണ് പിന്നീട് ആ ഒരു സ്കൂളിൽ ഇപ്പോഴും പാടടഞ്ഞതായി വർഷങ്ങൾക്കിപ്പുറവും കിടക്കുന്നത്. അവിടെയാണ് പല കുട്ടികളും വീണ്ടും മരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതെല്ലാം യുൻഹി പറയുമ്പോൾ പക്ഷെ ആരും തന്നെ അത് വിശ്വസിക്കുന്നില്ല. തുടർന്ന് യുൻഹിയെ കൗൺസിലിംഗിന് അയക്കുന്നു. യുൻഹി പതിവായി കൗൺസിലിംഗിന് എത്തുന്ന ഡോക്ടർ അവളെ ഇപ്പൊ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ നീ പറയുന്നത് പോലെ നിന്റെ സുഹൃത്തിന്റെ ആത്മാവൊന്നും ആ ഒരു സ്കൂളിൽ വേട്ടയാടൽ നടത്തുന്നില്ല. ആ സ്കൂളിൽ പെൺകുട്ടികളെ പീഡനത്തിന് ഇരയാക്കിയിരുന്ന അധ്യാപകന്റെ ചൂഷണം കാരണം അവിടെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു. അവർ ആത്മഹത്യ ചെയ്യാനായി തിരഞ്ഞെടുത്തത് പാഴടഞ്ഞു കിടന്ന ആ ഒരു ബാത്റൂം ആണ് എന്നത് കോയിൻസിഡൻസ് മാത്രം. കൂടാതെ നീ കരുതുന്നത് പോലെ പ്രിൻസിപ്പലിനെ കൊന്നതും നിന്റെ കൂട്ടുകാരിയായ ജെയ്യല്ല, അത് നീ തന്നെയാണ്. കാരണം നീയും ജെയ്യും പഠിച്ചിരുന്ന കാലത്തെ ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ ഇപ്പോഴത്തെ ഈ പ്രിൻസിപ്പൽ തന്നെയായിരുന്നു. അന്നും നടന്ന ദുരവസ്ഥ പ്രിൻസിപ്പലിനോട് വിവരിച്ചിട്ടും തങ്ങളെ സ്കൂൾ കഴിഞ്ഞിട്ടും സ്കൂളിൽ തന്നെ ഇരുന്നു എന്ന് കുറ്റപ്പെടുത്തി തന്റെ സുഹൃത്തിന് സംഭവിച്ച ദുരവസ്ഥയിൽ ഒരു തുള്ളി സങ്കടമില്ലാതെ തന്നെ ആ ഒരു തകർന്നിരിക്കുന്ന അവസ്ഥയിലും കുറ്റപ്പെടുത്തി ചൂഷണം ചെയ്ത അവരോടുള്ള പ്രതികാരം വർഷങ്ങൾക്കിപ്പുറം നിന്റെ ഉള്ളിലുണ്ടായിരുന്നു. കൂടാതെ കൂട്ടുകാരിയെ മറിഞ്ഞിരുന്ന് എല്ലാം കണ്ട് നിസ്സഹായിയായി മിണ്ടാതിരിക്കുക എന്നതല്ലാതെ ഒന്ന് രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന കുറ്റബോധം കൂടി ആയപ്പോ വർഷങ്ങൾക്കിപ്പുറം നീ അന്ന് അതിന് കാരണക്കാരിയായ അവരോട് പ്രതികാരം വീട്ടി. ഒപ്പം ഇവിടെ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന പാർക്കിനെ കണ്ടപ്പോ തനിക്കും തന്റെ സുഹൃത്തിനും വന്ന ദുരവസ്ഥ ഇനിയും ആർക്കും വരരുത് എന്ന ആ ഒരു തോന്നൽ നിന്നെ കൂടുതൽ വയലന്റ് ആക്കി. അത് നിന്നെ അയാളെ കൊല്ലാനായി പ്രേരിപ്പിച്ചു. നീ അത് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് നീ കണ്ടതായി തോന്നുന്ന നിന്റെ ഫ്രണ്ടിന്റെ രൂപം അത് മനസ്സിന്റെ വെറും തോന്നൽ മാത്രം. ഇന്നും സൈനിക വേഷത്തിൽ ഒരാളെ കാണുമ്പോ നീ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് കരയുന്നുണ്ട് പണ്ടത്തെ ക്രൂരമായ ആ ഓർമ്മകളുടെ പേടിയില്. പക്ഷെ യുൻഹിയുടെ ഉപബോധ മനസ്സ് കുട്ടിക്കാലത്ത് നടന്ന ഈ സംഭവം ഇപ്പോഴും ഉള്ളിൽ കിടന്ന് തന്റെ സുഹൃത്ത് പ്രതികാരം വീട്ടുന്ന പോലെ, തന്റെ സുഹൃത്തിന്റെ ആത്മാവ് അവളെ അന്ന് രക്ഷിക്കാത്തതിന് തന്നെ വേട്ടയാടുന്നത് പോലെ ഒക്കെ തോന്നലുകൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ യുൻഹി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇപ്പോ അത് ഹിപ്നോട്ടൈസിലൂടെയും കൗൺസിലിംഗിലൂടെയും മനസ്സിലാക്കിയിരിക്കുന്ന ഡോക്ടർ അതെല്ലാം യുൻഹിക്ക് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അപ്പോഴും യുൻഹിക്ക് അത് ഉൾക്കൊള്ളാനായി സാധിക്കുന്നില്ല. തുടർന്ന് മാനസികമായി സ്റ്റേബിൾ അല്ലാത്ത യുൻഹിയെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായി അവരെ ട്രീറ്റ്മെന്റിന് വിധേയമാക്കുകയാണ്. യഥാർത്ഥത്തിൽ യുൻഹി ചെയ്തതൊക്കെ തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ ശരികൾ തന്നെയായിരുന്നു. തെറ്റ് ചെയ്തവരെ ശരി പഠിപ്പിച്ച യുൻഹിയുടെ ശരികൾ. പക്ഷെ അവരിൽ ഈ ചെയ്ത തെറ്റെന്ന് സമൂഹം പറയുന്നതൊക്കെ അവർ ചെയ്ത ശരികളായിരുന്നു എന്നത് ഒരിക്കലും അംഗീകരിക്കപ്പെടുന്ന ഒരു ദിവസം വരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ അതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.